ഇറാനിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിയിൽ ജീവൻ പൊലിഞ്ഞ കുരുന്നുകൾക്ക് കൂട്ടസംസ്കാരം. നിഷ്കളങ്കരായ 165 പിഞ്ചോമനകൾക്കാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധക്കൊതിയിൽ ജീവൻ പൊലിഞ്ഞത്. ആ കുഞ്ഞുങ്ങൾ യാത്രയാവുകയാണ് യുദ്ധക്കൊതിയന്മാരുടെ കൊടും ക്രൂരതയിൽ നിന്നും ശൂന്യമായ പുതിയ ലോകത്തേക്ക്. ജനിച്ച മണ്ണിൽ പുതുതായി കുഴിച്ചെടുക്കുന്ന 100-ലധികം കുഴിമാടങ്ങൾ. അവയുടെ നീണ്ട നിരകൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും യുദ്ധക്കൊതിയുടെ മറ്റൊരു ബാക്കിപത്രം. യുദ്ധത്തിൽ ബലിയാടാവുന്നത് എന്നും സാധാരണക്കാരായ മനുഷ്യരാണ്. ഇറാനിൽ ഏകപക്ഷീയമായി തുടങ്ങിയ ആക്രമണത്തിൽ ഇസ്രായേലും അമേരിക്കയും ആദ്യം ഉന്നം വച്ചത് പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പ്രൈമറി സ്കൂളിനെയായിരുന്നു. യുദ്ധത്തെക്കുറിച്ചൊന്നും അറിയാത്ത നിഷ്കളങ്കരായ 165 പിഞ്ചോമനുകളുടെ ജീവനാണ് അന്ന് പൊലിഞ്ഞുപോയത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ദയരഹിതമായ ബോംബാക്രമണം ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി പങ്കുവച്ച മിനാബിലെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്കായി ഒരുക്കിയ കുഴിമാടങ്ങളുടെ ചിത്രം കാഴ്ചക്കാരെ കണ്ണീരണിക്കുന്നു. മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്താൽ ഒരുക്കിയ ഖബറുകൾക്ക് പുറമെ ബാക്കിയുള്ള ഖബറുകൾ കുഴിക്കാനായി അടയാളപ്പെടുത്തിയ സ്ഥലവും ചേർന്ന് ലോകത്തെ നൊമ്പരത്തിലാഴ്ത്തുന്ന കണ്ണീർ ചിത്രമായി അത് മാറുകയാണ്. ചിന്നിച്ചിതറപ്പെട്ട, തിരിച്ചറിയാൻ പോലും കഴിയാത്ത കുഞ്ഞു ശരീരങ്ങൾ. ഇതാണോ യഥാർത്ഥത്തിൽ ട്രംപ് ഉറപ്പു നൽകിയ സംരക്ഷണം? ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.